Hi, hello, my dear students. We are starting part 5 video of our chapter 5 Money and Economy. ജോഗ്രഫിയുടെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. മണി ആൻഡ് ഇക്കോണമി എന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ 4 വീഡിയോസ് ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും അത് കാണണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കൊമേഴ്സ്യൽ ബാങ്ക്സ്. ആർ ബി ഐ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസാണ് നമ്മൾ നോക്കുന്നത്. There are two main functions for commercial banks. Which are they? First one, accepting deposits. Then second one, providing loan. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഓൾറെഡി നമ്മൾ പാർട്ട് 4 നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തതാണ്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് വിച്ച് ആർ ദ 4 ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് 4 ടൈപ്പ് ഡെപ്പോസിറ്റ്സ്? സേവിങ് ഡെപ്പോസിറ്റ്, കറൻറ്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റെക്കറിങ് ഡെപ്പോസിറ്റ്സ്. എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. നിങ്ങൾ പാർട്ട് 4 വീഡിയോ എടുത്ത് ഈ 4 ടൈപ്പ് ഡെപ്പോസിറ്റ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സൊക്കെ ഒന്ന് പഠിക്കണം. ദെൻ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി പ്രൊവൈഡിങ് ലോൺസ്. അപ്പോൾ ലോൺ എന്നുള്ള നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ സെക്കൻഡ് ഫങ്ഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. സബ്സ്റ്റാൻഷിയേറ്റ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? കൊമേഴ്സ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റേഴ്സിനും ബോറോ ചെയ്യുന്ന ബോറോവേഴ്സിനും ലോൺ എടുക്കുന്ന ബോറോവേഴ്സിനും ഇടയിൽ നിൽക്കുന്ന ഇൻ്റർമീഡിയറിയാണ്. Substantiate. Substantiate mean, can you explain? So, the customers of a commercial bank are borrowers and depositors. കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കുറേ ബോറോവേഴ്സും അവർക്ക് കാണും, കുറേ ഡെപ്പോസിറ്റേഴ്സും കാണും അല്ലേ. പണം കൂടുതലുള്ള ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നു. അവരുടെ ഡെപ്പോസിറ്റ് ആ ബാങ്കിലുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് അത് അവരുടെ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ അവരുടെ ആളുകളാണ് അല്ലേ. അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് ഡെപ്പോസിറ്റേഴ്സ്. ഇനിയും ബോറോവേഴ്സ് എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പും അവർക്കുണ്ട്. അവരെന്താ ചെയ്യുന്നത്? പല ടൈപ്പ് ഓഫ് ലോൺസ് ഇവരോട് മേടിച്ചിരിക്കുന്ന അവരുടെ കടക്കാരാണ്. അപ്പോൾ ഈ 2 കൂട്ടരെയും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഗ്രൂപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ കൊമേഴ്സ്യൽ ബാങ്ക്സ്. They act as intermediaries between depositors and borrowers. അപ്പോൾ ഈ 2 കൂട്ടം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഇവർ നിൽക്കുക. അപ്പോൾ നമുക്കതൊന്ന് വിശദീകരിക്കാം. ഫസ്റ്റ് പോയിന്റ്, കൊമേഴ്സ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് വേരിയസ് ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വേരിയസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. സോ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് they have a lot of financial activities അല്ലേ. ഇൻഡിവിജ്വൽസിന് എന്തെല്ലാം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്? അവർക്ക് വീട് പണിയണം, അഗ്രികൾച്ചർ ചെയ്യണം, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തണം, അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ ഫിനാൻഷ്യലായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഇൻഡിവിജ്വൽസിനുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടെ ബിൽഡിങ്സൊക്കെ പണിയണം, അതുപോലെ തന്നെ മെഷീൻസ് മേടിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ധാരാളം ഫിനാൻഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമുണ്ട്. ഇത് മുഴുവൻ അവരുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ടല്ല ആരും ചെയ്യുന്നത്. ഇതെല്ലാം ലോണുകൾ വഴിയാണ് അവർ കണ്ടെത്തുക, ഇതിനുള്ള പണം കണ്ടെത്തുന്നത്. സോ കൊമേഴ്സ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് വേരിയസ് ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വേരിയസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ബാങ്ക് കീപ് എ പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ആസ് റിസർവ് ആൻഡ് ലെൻഡ് ദ റെസ്റ്റ് ടു എന്റർപ്രണേഴ്സ്. So this entrepreneurs means organizers or the managers. Okay, these entrepreneurs, they need money. So the bank keep a portion of the deposit received as reserve. റിസർവ് ആയിട്ട് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു പോർഷൻ അതൊരു RBI പറയുന്ന ഒരു റേറ്റിൽ അവരെ കീപ്പ് ചെയ്യണം.
സോ ദ ബാങ്ക് കീപ് എ പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് റിസീവ്ഡ് ആസ് റിസർവ്. റിസർവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? കരുതൽ ധനമായിട്ട് വെക്കണം, കരുതലായിട്ട് വെക്കണം. മുഴുവനും ഡെപ്പോസിറ്റ് കിട്ടുന്നിടത്തോളം പണം എടുത്ത് ആർക്കും ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. റിസർവ് ബാങ്കിൻ്റെ റൂൾ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ റേറ്റിൽ അവർ കീപ്പ് ചെയ്യണം, റിസർവ് ആയിട്ട് വെക്കണം. അത് റിസർവ് ബാങ്കിലും അങ്ങനെ റിസർവ് മണി എല്ലാ ബാങ്കുകളും വെക്കണം. അങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിട്ട് ദ റെസ്റ്റ് ബാക്കിയുള്ളത് ദേ ലെൻഡ് ടു എൻ്റർപ്രണേഴ്സിനെ, ഇൻഡിവിജ്വൽസിനെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ലെൻഡ് ചെയ്യുന്നു. ദേ പ്രൊവൈഡ് ലോൺസ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ദ വേരിയസ് ലോൺസ് ദേ പ്രൊവൈഡ് ടു ദെയർ കസ്റ്റമേഴ്സ്. അറ്റ് ദ സെയിം ടൈം ദേ ഗീവ് ഇൻട്രസ്റ്റ് ടു ദ ഡെപ്പോസിറ്റേഴ്സ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് ആരോടെ? ബോറോവേഴ്സ്, ഫ്രം ബോറോവേഴ്സ്. വേരിയസ് ലോൺസ് ദേ പ്രൊവൈഡ് ദെയർ കസ്റ്റമേഴ്സ്. സോ ദേ ചാർജ് എ പെർസെൻറ്റേജ് ഓഫ് interest from the borrowers, and at the same time the bank give interest to the depositors. ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്നവർ എന്തിനു വേണ്ടിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അവർക്ക് ഇൻട്രസ്റ്റ് വേണം. സോ ദ ബാങ്ക് ഗീവ് ഇൻട്രസ്റ്റ് ടു ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ദേ ചാർജ് ഇൻട്രസ്റ്റ് ഫ്രം ദ ബോറോവേഴ്സ്. ബോറോവേഴ്സിനെ ചാർജ് ഇൻട്രസ്റ്റ് മേടിക്കുന്നു, ഡെപ്പോസിറ്റേഴ്സിനെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. The commercial bank acts as intermediaries between depositors and borrowers. അത് ക്ലിയർ അല്ലേ? അങ്ങനെ കൊമേഴ്സ്യൽ ബാങ്കുകൾ ബോറോവേഴ്സിനും ഡെപ്പോസിറ്റേഴ്സിനും ഇടയിൽ നിൽക്കുന്ന ഇൻ്റർമീഡിയറീസ് ആണ്. ദേ ഗീവ് ഇൻട്രസ്റ്റ് ടു ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ദേ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ദേ ഗീവ് ലോൺ ടു ദ ബോറോവേഴ്സ് ആൻഡ് ദേ ചാർജ് എ പർട്ടിക്കുലർ എമൗണ്ട് ഫ്രം ദ ബോറോവേഴ്സ് ആസ് ഇൻട്രസ്റ്റ്. സോ ദ ബാങ്ക് act as the intermediaries between depositors and borrowers. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. ഇനി ഇതിലേതായിരിക്കും കൂടുതൽ? ബാങ്ക് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കുമോ, അതോ അവരെ ലോൺ മേടിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ബോറോവേഴ്സിനോട് വാങ്ങുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കുമോ? എപ്പോഴും ബോറോവേഴ്സിനോട് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കും മോർ. ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ലോ ആയിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടുമല്ലോ, അതാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ്. നെക്സ്റ്റ് നമുക്കതിലേക്ക് പോകാം. ഓക്കെ, എന്നപ്പോൾ എന്താണ് ഈ ബാങ്കിന് ഇങ്ങനെ ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ബാങ്കിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നേട്ടമില്ലാതെ ആരും ഒന്നും ചെയ്യാറില്ല അല്ലേ? അപ്പോൾ ബാങ്കിന് അതിനിടയ്ക്ക് നിൽക്കുമ്പോൾ അവർക്കൊരു നേട്ടമുണ്ട്. അതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. വാട്ട് ഈസ് സ്പ്രെഡ്? എന്താണ് സ്പ്രെഡ്? നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? അതിന് നമ്മൾ എന്താണ് സാധാരണ സ്പ്രെഡ് എന്നുള്ള വാക്കിനെ ഇംഗ്ലീഷിൽ എന്താണ് മീനിങ് പറയുന്നത്? ഇംഗ്ലീഷ് വാക്കിനെ മലയാളത്തിൽ എന്താണ് മീനിങ് പറയുക? പരക്കുക അല്ലേ? സ്പ്രെഡ് ചെയ്യുക, പരക്കുക എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ ബാങ്കിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ടെക്നിക്കൽ വേർഡാണ്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ വേർഡാണ്. ഇതിൻ്റെ സിമ്പിൾ മീനിങ് പറഞ്ഞാൽ ബാങ്കിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബാങ്കിന് കിട്ടുന്ന പ്രോഫിറ്റിനെ പ്രോഫിറ്റ് എന്നല്ല വിളിക്കുക, അതിന് ടെക്നിക്കലായിട്ട് ആപ്റ്റായിട്ട് ഒരു വേർഡുണ്ട്, അതാണ് സ്പ്രെഡ്. വാട്ട് ഈസ് സ്പ്രെഡ്? ദ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ടു ബോറോവേഴ്സ് ഈസ് ഹയർ ദാൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ടു ദ ഡെപ്പോസിറ്റേഴ്സ്. ദ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ്ഡ് ടു ദ ബോറോവേഴ്സ് ഈസ് ഹയർ ദാൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ടു ദ ഡെപ്പോസിറ്റേഴ്സ്. ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവും ബോറോവേഴ്സിനോട് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുമായിരിക്കും. ഇപ്പോൾ ബോറോവേഴ്സിനോട് ഇപ്പം ഒരു ഹോം ലോണൊക്കെ എടുത്താൽ നമുക്കറിയാം ഒരു 10%, 12% ഒക്കെ അവർ മേടിക്കും. നമ്മളൊരു ഹോം ലോൺ എടുത്താൽ നമ്മളൊരു 12% ഒക്കെ ബാങ്കിന് കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മളൊരു ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു 6%, 6.5% ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു 6.5 അല്ലേ, ഒരു 6.5% ഒക്കെ നമുക്ക് അങ്ങോട്ട് ഇട്ടാൽ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മളൊരു ലോൺ എടുത്താലോ നമ്മളൊരു 10%, 9%, 12%, അത് പല ലോണിനും പല വേരിയേഷനുണ്ട്, അങ്ങനെ കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ദ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ടു ബോറോവേഴ്സ് ഈസ് ഹയർ ദാൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ടു ദ ഡെപ്പോസിറ്റേഴ്സ്. The difference between the interest paid to depositors and the interest charged from borrowers is the income of the bank. It is the income of the bank. ബാങ്കിന് വേറെ എവിടെ നിന്ന് പൈസ വരാനാ? ബാങ്കിൻ്റെ ഇൻകം എന്ന് പറയുന്നത് അവർ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നത് കുറവും ബോറോവേഴ്സിനോട് മേടിക്കുന്നത് കൂടുതലുമാണ്.
അത് തമ്മിലുള്ള ഡിഫറൻസ് ബാങ്കിനെടുക്കാം. ദാറ്റ് ഈസ് ദ ഇൻകം ഓഫ് ദ ബാങ്ക്, ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബാങ്ക്. ദിസ് ഈസ് നോൺ ആസ് സ്പ്രെഡ്. സോ ദ ഇൻകം ഓഫ് ദ ബാങ്ക് ഈസ് നോൺ ആസ് സ്പ്രെഡ് ഓർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബാങ്ക് ഈസ് കോൾഡ് സ്പ്രെഡ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ബാങ്ക് ഓരോ വർഷവും അങ്ങനെ ഇൻകമായിട്ട് അവർക്ക് കിട്ടുക. ഓക്കെ, സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഫ്രം ദ ബോറോവേഴ്സ് ഈസ് ദ ഇൻകം ഓഫ് ദ ബാങ്ക്. ദിസ് ഈസ് നോൺ ആസ് സ്പ്രെഡ്. അപ്പോൾ ഇനി സ്പ്രെഡ് എന്ന് കേൾക്കുമ്പോൾ അത് ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അവരുടെ ഇൻകത്തിന് പറയുന്ന പേരാ. ബാങ്കിന് വേറെ ഇൻകം ഒന്നുമില്ല. ഈ ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് ബാങ്കിന് കിട്ടുന്ന ഇൻകം. ഓക്കെ, റൈറ്റ് എക്സാമ്പിൾസ് ഫോർ കൊലാറ്ററൽസ് അക്സെപ്റ്റഡ് ബൈ ബാങ്ക്സ്. കൊലാറ്ററൽ എന്നുള്ള വാക്ക് എന്താണെന്നോ? ഈട് കൊടുക്കുക എന്ന. ഈട് അല്ലേ, നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, എന്തേലും ഈട് കൊടുത്താലേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ലോണുകൾക്ക് ബാങ്ക് മേടിക്കുന്ന കൊലാറ്ററൽസ്, ആ വേർഡ് നിങ്ങൾക്ക് പുതിയതാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഠിച്ചു വെക്കുക. കൊലാറ്ററൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് നമുക്ക് ലോൺ തരുമ്പോൾ, ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് വേണം നമ്മൾ പൈസ കൊടുക്കുമെന്ന്. ബാങ്കിനെ നമുക്കറിയാം, വിജയ് മല്യയെപ്പോഴൊക്കെയുള്ള ആളുകൾ ബാങ്കിനെ പറ്റിച്ചുകൊണ്ട് പോയി അല്ലേ. അപ്പോൾ ബാങ്ക് അങ്ങനെ പണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ബാങ്കിനൊരു ഉറപ്പ് വേണ്ടേ ഈ പണം തിരിച്ച് കിട്ടുമെന്ന്. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കൊലാറ്ററൽ അവരതുപോലെ നമുക്ക് മടക്കി തരും. ഓക്കെ, പക്ഷേ അത് മേടിച്ച് വെക്കും. അതിന് നമ്മൾ പരിഭവിച്ചിട്ട് കാര്യമുണ്ടോ? നോ. അപ്പോൾ റൈറ്റ് എക്സാമ്പിൾസ് ഫോർ കൊലാറ്ററൽസ് അക്സെപ്റ്റഡ് ബൈ ബാങ്ക്. എന്തൊക്കെയാണ് അങ്ങനെ കൊലാറ്ററലായിട്ട് അവർ മേടിച്ച് വെക്കുക? ഫസ്റ്റ് വൺ, ഗോൾഡ്. എവിടെയും നമുക്ക് കൊലാറ്ററൽ കൊടുക്കാവുന്ന ഒരു സഡനായിട്ട് നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കൊലാറ്ററലാണ് ഗോൾഡ്. ദെൻ ലാൻഡ് ഡോക്യുമെൻറ്റ്സ്. നമ്മൾ മലയാളത്തിൽ ഈ ലാൻഡ് ഡോക്യുമെൻറ്റിന് എല്ലാവരും പറയുന്ന വേർഡ് അറിയാമല്ലോ എല്ലാവർക്കും, നമ്മൾ ആധാരം എന്ന് പറയും അല്ലേ, ആധാരം. ഓക്കെ, ലാൻഡ് ഡോക്യുമെൻ്റ്. ലാൻഡിനെ സംബന്ധിച്ചാൽ നമ്മുടെ അതിനെപ്പറ്റിയുള്ള ഓണർഷിപ്പിനെ സംബന്ധിച്ച് വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ലാൻഡ് ഡോക്യുമെൻറ്റ്. അത് അവർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലോൺ തുക റീപേ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ആ ഡോക്യുമെൻ്റ് നമുക്ക് തരും. ദെൻ സാലറി സർട്ടിഫിക്കറ്റ്. ഈ സാലറി സർട്ടിഫിക്കറ്റിലെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സാലറി സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നവരുടെ സാലറി സർട്ടിഫിക്കറ്റ് അതിന് ഈ പറയുന്ന കൊലാറ്ററായിട്ടുള്ള ഒരു ഇതില്ല. സാലറി സർട്ടിഫിക്കറ്റ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. ദെൻ LIC പോളിസി സർട്ടിഫിക്കറ്റ്. നമ്മൾ വലിയ തുകയ്ക്കൊക്കെ LICയുടെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിസി സർട്ടിഫിക്കറ്റ് 20 ലാഖിൻ്റെയും ഒക്കെ നമുക്ക് കാണുമല്ലോ. അതൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്താൽ അവരത് മേടിച്ച് വെച്ചിട്ട് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യും. LIC പോളിസി സർട്ടിഫിക്കറ്റ്. ദെൻ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഡെപ്പോസിറ്റ്സിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മളൊരു 20 ലാഖോ 10 ലാഖോ എത്രയിലുമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊലാറ്ററലായിട്ട് കൊടുത്താൽ ദേ അക്സെപ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് സർട്ടിഫിക്കറ്റ് ആസ് കൊലാറ്ററൽസ്. ഓക്കെ, ഇനിയും ഒരു കുറച്ചൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. ഗോൾഡ്, ലാൻഡ് ഡോക്യുമെൻറ്റ്സ്, സാലറി സർട്ടിഫിക്കറ്റ്സ്, LIC പോളിസി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്. ദീസ് ആർ accepted by banks as collaterals. Okay. Then, what are the other functions of commercial banks? The main functions of commercial banks are accepting deposits and providing loan. അതാണ് മെയിൻ. ഇനി നമ്മൾ അതർ ഫങ്ഷൻസ് ആണ് പഠിക്കുക. അത് കൂടാതെ, മെയിൻ കൂടാതെ. അപ്പോൾ നിങ്ങൾ ഈ വേർഡ് കാണുമ്പോൾ അത് പ്രത്യേകം ഓർത്തോണം. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് എഴുതുമ്പോൾ ഒരു കുട്ടി ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡിങ് ലോൺ എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. അതർ. എന്നാൽ വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് ചോദിച്ചാൽ, ഇനി മെയിൻ എന്ന് എഴുതിയിട്ടില്ല, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് എഴുതണം. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡിങ് ലോൺ. അതർ എന്നുള്ള വേർഡ് കണ്ടാൽ ഏതൊക്കെ എഴുതണം തീ നോക്കിക്കോ. പ്രൊവൈഡിങ് വേരിയസ് ബാങ്കിങ് സർവീസ്. ബാങ്ക് കൊടുക്കുന്ന കുറച്ച് സർവീസ് ഉണ്ട് അല്ലേ. ബാങ്ക് കൊടുക്കുന്ന ഒരു സർവീസാണ് എന്ത്? ചെക്ക് കൊടുക്കുക, ചെക്ക് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുക. ബാങ്കിന് കൊടുക്കാവുന്ന ഒരു സർവീസാണ് ഡ്രാഫ്റ്റുകൾ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ബാങ്കിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ചില സർവീസുകളുണ്ട് അല്ലേ. ബാങ്കിൽ പോയാലേ അത് നടക്കത്തുള്ളൂ. ആ സർവീസുകളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. അതർ ഫങ്ഷൻസിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൊവൈഡിങ് വേരിയസ് ബാങ്കിങ് സർവീസസ്, ഇഷ്യൂയിങ് ചെക്സ്, ഇഷ്യൂയിങ് ഡ്രാഫ്റ്റ്. ഓക്കെ, ദെൻ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും കൊടുക്കുക. നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കാർഡ് ഏതാണ്? ഡെബിറ്റ് കാർഡാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ, സേവിങ് അക്കൗണ്ടിൽ നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക്
പണം പിൻവലിക്കാം. അപ്പോൾ അത് ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പിൻവലിക്കുന്നതനുസരിച്ച്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ടോട്ടൽ മണി ഡിഡക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്ത് ഒരു ലെവലിലെത്തുമ്പോൾ നമ്മുടെ പണം പൂർണ്ണമായിട്ടും തീരും. ഓക്കെ. എന്നാൽ ക്രെഡിറ്റ് കാർഡ് എന്താണ്? ക്രെഡിറ്റ് കാർഡ് നല്ല ഇൻകം ഉള്ള വ്യക്തികൾക്ക് അവർ കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലാത്തപ്പോഴും നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതാണ് ക്രെഡിറ്റ് കാർഡ്. ഓക്കെ. പക്ഷേ പർച്ചേസ് ചെയ്യുന്നത് വെറുതെ അല്ല, പിന്നീട് നമുക്ക് ബാങ്കിന് അത് കൊടുക്കണം. നമുക്ക് പിന്നീട് അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത പണം അവരതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തെടുക്കും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി തന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അവരുടെ വാല്യൂഡ് കസ്റ്റമേഴ്സിനെ, അവരുടെ ഹൈ ഇൻകം ഗ്രൂപ്പിനെ ബാങ്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് ക്രെഡിറ്റ് കാർഡ്. എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ATM സർവീസ്. ബാങ്ക് നമുക്ക് തരുന്ന അതർ ഫംഗ്ഷനാണ് ATM. 24 hours നമുക്ക് ATMിൽ നിന്നും പണം പിൻവലിക്കാനായിട്ട് സാധിക്കും. ദെൻ ലോക്കർ ഫെസിലിറ്റി. അതെന്താണ് ഈ ലോക്കർ ഫെസിലിറ്റി? എല്ലാ ബാങ്കിലും ലോക്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു നിശ്ചിത ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യുബിളായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ലോക്കറിൽ കൊണ്ടുപോയി നമുക്ക് വെച്ച് സേഫായിട്ട് അവിടെ വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ കീ ഒക്കെ തരും, നമുക്ക് പോയി എടുക്കാം. പക്ഷേ ഒരു ഫീസ് ബാങ്ക് നമ്മളിൽ നിന്നും ചാർജ് ചെയ്യും. ഓക്കെ. ലോക്കർ ഫെസിലിറ്റി, ഗോൾഡോ നമുക്കുള്ള എന്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് അതിനകത്ത് കൊണ്ടുപോയി സേഫായിട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ ലോക്കർ ഫെസിലിറ്റി, ATM സർവീസ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പ്രൊവൈഡിങ് വേരിയസ് ബാങ്കിങ് സർവീസസ്. ഈ വേരിയസ് ബാങ്കിങ് സർവീസസിനകത്ത് നമുക്ക് വേണ്ടി നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജുകളും നമ്മുടെ ഫോൺ ചാർജും നമ്മുടെ TV ചാർജും എല്ലാം ബാങ്ക് നമുക്ക് വേണ്ടി ബില്ല് ചെയ്യും കേട്ടോ. LICയുടെ നമുക്ക് പ്രീമിയം അടയ്ക്കണമെങ്കിൽ ബാങ്കിനോട് പറഞ്ഞാൽ മതി, ബാങ്ക് നമ്മുടെ പ്രീമിയം അടയ്ക്കും. ഇങ്ങനെ അനേകം ബാങ്കിങ് സർവീസുകൾ ബാങ്ക് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അതർ ഫങ്ഷൻസിനകത്താണ് വരിക. മെയിൻ ഫങ്ഷൻസിന് 2 എണ്ണം മാത്രമേ ഉള്ളൂ: പ്രൊവൈഡിങ് ലോൺ ആൻഡ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. ഇനി വാട്ട് ആർ ലിസ്റ്റ് ദ ഓൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് ചെയ്ത് എഴുതുക. മെയിൻ ഫങ്ഷൻസും അതർ ഫങ്ഷൻസും ഒന്നിച്ചെഴുതുക. ഓൾ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതിക്കോണം. ഓക്കെ. ദെൻ ഇനി നമുക്ക് ലോണുകളുടെയൊക്കെ പേരൊന്ന് പഠിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ്: ഹോം ലോൺ, അഗ്രികൾച്ചറൽ ലോൺ, പേഴ്സണൽ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, വെഹിക്കിൾ ലോൺ, എക്സെട്ര. ഇങ്ങനെ അനേകം ലോൺസ് ഉണ്ട്. ഹോം ലോൺ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ എയിം ഉണ്ട് കേട്ടോ. നമ്മൾ ലോൺ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിന് നമുക്ക് ചിലവഴിക്കാൻ പറ്റുകയില്ല. ഹോം ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിൽഡിംഗ് പണിയാൻ, നമുക്കൊരു വേണ്ടി ഒരു വീട് പണിയാനായിരിക്കണം. അഗ്രികൾച്ചറൽ ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോപ്സിന് വേണ്ടിയായിരിക്കണം. പേഴ്സണൽ ലോൺ നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം, പേഴ്സണൽ ലോൺ. ദെൻ എഡ്യൂക്കേഷൻ ലോൺ എന്തിനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഫോർ എഡ്യൂക്കേഷൻ. ദെൻ വെഹിക്കിൾ ലോൺ എന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്ക് എന്തെങ്കിലും ഒരു വെഹിക്കിൾ മേടിക്കാൻ വേണ്ടിയ കാറോ സ്കൂട്ടറോ ഒക്കെ മേടിക്കാൻ വേണ്ടി. ഓക്കെ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ്. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, യു ഓൾറെഡി നോ. ഹൗ ഡു കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻഫ്ലുവൻസ് ഇക്കണോമിക് ആക്ടിവിറ്റി? അവിടെ ചെറിയൊരു ഇക്കണോമിക് എന്നുള്ളതിൻ്റെ ECന്നേ വന്നിട്ടുള്ളൂ കേട്ടോ, ഇക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ. സോറി സ്റ്റുഡൻസ്, അവിടെ ഇക്കണോമിക് എന്നുണ്ട്. ടീച്ചർ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തിട്ടിട്ടോളാം. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹൗ ഡു കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻഫ്ലുവൻസ് ഇക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ nation or a country? Commercial banks provide long-term and short-term loans for production, distribution and consumption. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസിനും വേണ്ട ലോങ് ടേം, ഷോർട്ട് ടേം ലോൺസ് കൊമേഴ്സ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. Commercial bank provide long-term and short-term loans for production, for producers, distributors and consumers. കൺസ്യൂമേഴ്സിന് പല കാര്യങ്ങളും കൺസ്യൂം ചെയ്യാൻ നമുക്ക് പൈസ കിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ വെഹിക്കിൾ ലോൺ. അപ്പോൾ നമ്മുടെ കാറുകളൊക്കെ മേടിക്കാനും സ്കൂട്ടർ മേടിക്കാനും ബൈക്ക് മേടിക്കാനും ഒക്കെ നമുക്ക് ലോൺ കിട്ടും. അപ്പോൾ കൺസ്യൂമേഴ്സ് അല്ലേ അങ്ങനെ അത് മേടിക്കുന്നത്, ആ ലോൺ അല്ലേ? അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പണം വേണമെങ്കിൽ അത് ബാങ്ക് കൊടുക്കും. പ്രൊഡ്യൂസേഴ്സിന് കിട്ടും. ഓക്കെ. പ്രൊഡക്ഷൻ, ഒരു ഫാക്ടറി തുടങ്ങണം, നമുക്ക് ലോൺ അവൈലബിൾ ആണ്. സോ കൊമേഴ്സ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലോൺസ് ഫോർ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. ദേ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു ഫാർമേഴ്സ്. ഫാർമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഒരു മെയിൻ ഗ്രൂപ്പാണ് ഫാർമേഴ്സ്, അഗ്രികൾച്ചറലിസ്റ്റ്. സോ ദേ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ്, അഗ്രികൾച്ചറൽ ലോൺസ് ടു ഫാർമേഴ്സ്.
So it helps the farmers for agricultural production. They provide various loans for craftsmen, artisans. ആർട്ടിസാൻസിനും ക്രാഫ്റ്റ്മാനും അവരെല്ലാം നമ്മുടെ ഇക്കണോമിക് ഫീൽഡിൽ വരുന്ന മെയിൻ ആൾക്കാരാണ്. സോ ബാങ്ക് പ്രൊവൈഡ് വേരിയസ് ടൈപ്സ് ഓഫ് ലോൺസ് ഫോർ ക്രാഫ്റ്റ്മാൻ, ആർട്ടിസാൻസ്. ദേ ഓൾസോ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ലോൺസ് ഫോർ ഹയർ സ്റ്റഡീസ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും പഠിക്കുന്നത് ഹയർ സ്റ്റഡീസിന് പോകുന്നത് എഡ്യൂക്കേഷൻ ലോൺ ഉപയോഗിച്ചാണ്. ഈ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിലേക്കുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? യെസ്. ഈ ഹയർ സ്റ്റഡീസിലൂടെ നമ്മൾ ആരെയാണ് സൃഷ്ടിക്കുന്നത്? നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലാണ് ഉണ്ടാക്കുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ? ഹ്യൂമൻ ബീങ്സിനെ ക്യാപിറ്റലാക്കി മാറ്റുകയാണ്. സോ അതും ഒരു മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ദേ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ലോൺസ്. ദേ ഗേവ് ഷോർട്ട് ടേം ലോൺസ് ടു കുടുംബശ്രീ യൂണിറ്റ്സ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പ് ആൾക്കാരാണ് കുടുംബശ്രീ ആൻഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ഇവർക്കൊക്കെ ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്കും അതുകൊണ്ട് പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളും പല കാര്യങ്ങളും അവരും ചെയ്യുന്നുണ്ട്. സോ ഓൾ ദീസ് എന്തിനെ സൂചിപ്പിക്കുന്നു? വി ക്യാൻ സീ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻഫ്ലുവൻസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ an integral part of economic activity. They influence economic activity of a nation. Okay, thank you children, thank you so much. ഇനി നമുക്ക് ബാങ്ക്സ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ പ്രൊവൈഡിങ് ലോൺ എന്നുള്ള ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കണം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. നല്ല കമൻസ് ഒക്കെ വരുന്നുണ്ട്, ടീച്ചറിന് സന്തോഷമാണ്. ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ ഞാൻ റെഡിയാണ്. നിങ്ങൾ പറയുക, കമൻറ്റിലൂടെ പറയുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.